ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിൻ്റെ കണ്ണ് കെട്ടിയിട്ട് നിധി പോയിരിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എന്തായാലും ഇവളുടെ ഒരു കാര്യം എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുന്നുണ്ട്. ആ സമയം നിധി കാണാൻ കയറി വരുന്നത്. എന്നിട്ട് നിധി പറയാണ്, എന്തേ ഗൗതം കണ്ണ് തുറന്നോ എന്ന് പറയണേ. അങ്ങനെ ഗൗതമിൻ്റെ മുഖത്തുള്ള ആ കെട്ട് ഗൗതം അഴിക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഗൗതം തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മുന്നിൽ ഒരു നിഖിലാണ് വന്ന് നിൽക്കുന്നത്, നിധിയല്ല എന്ന ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം മുല്ലപ്പൂവൊക്കെ കയ്യിൽ കെട്ടി ഒരു പെണ്ണിനെ ഒരു കീഴ്പ്പെടുത്തുന്ന ആ ഒരു രീതിയിലുള്ള നോട്ടവും പെരുമാറ്റവും ഒക്കെ ആയിരിക്കും നിധിയുടെ അടുത്തുണ്ടാവുക. ഇത് കാണുന്ന നീ കൊള്ളാലോ, നീ എന്നെ കീഴ്പ്പെടുത്താനുള്ള ഉദ്ദേശമാണോ എടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയാണ്, എടിയല്ല എട ആണ്, ഞാൻ നിഖിലാണ് എന്ന് പറയുന്നിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആരാവും എന്ന് ചോദിക്കുമ്പോൾ അത് ഗൗതമി എന്നിങ്ങനെ പറയുന്നിട്ടോ. അപ്പോൾ ഈ സമയം ഇത് കേൾക്കുന്ന ഗൗതമിന് ഇതാൾ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഗൗതം നിധിയെ അടിമുടി ഒന്ന് നോക്കണം കേട്ടോ. ഇതേ സമയം നിധി എന്ത് ചെയ്യുന്നു, തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ മണത്തിട്ട് ഗൗതമിനെ ഒരൊറ്റ തട്ടങ്ങ് കട്ടിലോട്ട് തട്ടണം കേട്ടോ. ഇതേ സമയം നീ എന്താ ഈ കാണിക്കുന്നത്, മിണ്ടാതെ കെടുക്കടി എന്നിങ്ങനെ ഗൗതമിനോട് നിധി പറയാണ്. അങ്ങനെ നിധിയും ഗൗതമും വളരെ റൊമാൻസ് ആവുന്ന നല്ലൊരു സീനാണ് കേട്ടോ. അടിപൊളി മുഹൂർത്തം തന്നെയാണ് അത്. എന്നാൽ ഈ സമയം അതൊക്കെ കഴിഞ്ഞുകൂടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും നിധി തൻ്റെ ടീച്ചർ ജോലിക്ക് തന്നെ പോവാണ് കേട്ടോ. കാരണം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി അതാണല്ലോ. അങ്ങനെ തൻ്റെ പ്രിൻസിപ്പാളുടെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു സ്കൂളിലെ എല്ലാവർക്കും ശമ്പളം കൊടുത്തു, എനിക്ക് മാത്രം എന്താ ശമ്പളം തരാത്തത് എന്നിങ്ങനെ പ്രിൻസിപ്പാളിനോട് ചോദിക്കുമ്പോൾ അത് ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്, മാനേജറോട് ചോദിച്ചു നോക്ക്. അത് കേൾക്കുന്ന നിധി പറയണേ, ഇന്നലെ ഞാൻ മാനേജറെ കണ്ടതാണല്ലോ, അവരുമായി സംസാരിച്ചതാണല്ലോ, അവർ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പണം പിരിച്ചു കൊണ്ടുകൊടുത്തതിലും ഗൗതമ പഠിക്കാൻ പണം ഇട്ട് തന്നല്ലേ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് നന്നായി അറിയാം, എന്തായാലും എനിക്ക് ഈ മാസത്തെ ശമ്പളം വേണമെങ്കിൽ അവിടെ ചെന്ന് ചോദിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ അത് കേട്ട നിധി പറയാണ്, ശമ്പളം അവിടെ ചെന്ന് ചോദിക്കുന്നത് എന്തിനാ, ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ എനിക്കും തന്നാൽ പോരെ, അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം, നീ അവിടെ ചോദിക്ക്. അപ്പോൾ ഉടൻ തന്നെ നിധി പറയാണ്, ഞാനെന്താ മറ്റുള്ള ടീച്ചേഴ്സിനെയൊക്കെ കൂടുതൽ ജോലി ഇവിടെ ചെയ്യുന്നില്ലേ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സുഖമുള്ള ജോലിയാണ്, അതിന് എനിക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പണമില്ല എന്ന് കാണുമ്പോൾ പണമെത്തിച്ചും അവരെ കൂടുതൽ പഠിപ്പിച്ചും ഒരു അമ്മക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കാതെ ആ കുഞ്ഞിനെ നന്നായി കെയർ ചെയ്തും എല്ലാം ഞാൻ നല്ല അടിപൊളിയിൽ പഠിപ്പിച്ച് ഞാനും മക്കളുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തും അങ്ങനെയൊക്കെ അവരിൽ ഞാൻ പെരുമാറുമ്പോൾ പിന്നെ എന്തിന് നിങ്ങൾ എനിക്ക് ശമ്പളം തരാതിരിക്കണം. അയ്യോ നിധി, നീ എന്നോട് വഴക്ക് കൂടാതെ അവിടെ ചെന്ന് ചോദിക്കൂ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഈ ഒരു സീന് വരുന്നതിന് മുന്നേ ആദ്യം CK ചന്ദ്രബോസിനെ കാണിക്കുന്നുണ്ട്. തൻ്റെ ഓഫീസിൽ നിന്ന് CK ചന്ദ്രബോസ് ഇങ്ങനെ സംസാരിക്കുകയാണ് തൻ്റെ സ്റ്റാഫുകളോട്, എവിടെ നോക്കിയാലും ഈ ഗൗതം അവനാണല്ലോ ഇപ്പോഴത്തെ സ്റ്റാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഈ പത്രത്തിൽ വന്ന ഈ ഒരു മാഗസിനിൽ വന്ന ആ ഒരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് പിരിച്ചു വിട്ടത് നിധി ആ ജോലിയിൽ നിന്ന് വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയാണ്, പക്ഷെ അവിടെയും അവൾ ഗോളടിച്ചല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ CK ചന്ദ്രബോസ്. അപ്പോൾ ഉടൻ തന്നെ അയാളും ഒപ്പം പിരിക്കാൻ നിന്നത് കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും വലിയൊരു ബിസിനസ്മാൻ എന്ന അവാർഡും മറ്റുള്ള ആളുകളോട് അലിവുള്ളവൻ എന്നുള്ള ആ പേരുമാണ് ഗൗതമിന് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ CK ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാഫ് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന CK ചന്ദ്രബോസിന് കലി അടക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് CK ചന്ദ്രബോസിന് ഒരു ഫോൺ കോൾ വരുന്നത്. അങ്ങനെ താൻ ആ ഫോൺ പെട്ടെന്ന് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ, ഹലോ നീ എന്തായി, എനിക്ക് ഈ പ്രാവശ്യത്തെ അവാർഡ് എനിക്കല്ലേ കിട്ടുക, സോറി സാർ എന്നെക്കൊണ്ട് കഴിയില്ല. അതെന്താ നിന്നെക്കൊണ്ട് കഴിയാത്ത, പണം ഞാൻ വാരി എറിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അവാർഡ് കിട്ടണമെന്ന് പറഞ്ഞ് അതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ വന്ന മീഡിയയിലും ഈ പത്രത്തിലും വന്ന ഗൗതമിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ,
അത് ജനങ്ങളിലും മറ്റുള്ളവരിലൊക്കെ മനസ്സിനൊരു ഇടം പിടിച്ചിട്ടുണ്ട്. പാവപ്പെട്ട കുഞ്ഞുങ്ങളിൽ പോലും അയാൾ അവർക്ക് വേണ്ടി റോഡരികിൽ പോയി നിൽക്കാൻ പോലും യാതൊരു ഇതുമില്ലാത്ത ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് തന്നെ ഇത്തവണത്തെ അവാർഡ് അയാൾക്ക് കിട്ടുകയുള്ളൂ, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന CK ചന്ദ്രബോസിന് ദേഷ്യം പിടിക്കാൻ, എത്ര പണമാണ് ഞാൻ നിന്നത്, എവിടെ നോക്കിയാലും ഒരു ഗൗതം നിധി ഇത് തന്നെ കേൾക്കുന്നുള്ളൂ. എന്നാൽ ജപ്പാൻ ടെൻഡർ അവരെ അടിച്ചു മാറ്റിയതുപോലെ ഈ ഒരു സംഭവം ഞാൻ തിരിച്ചു കൊടുക്കില്ല, അത് എനിക്ക് തന്നെ വേണമെന്ന് ഇങ്ങനെ CK ചന്ദ്രബോസ് പറയുന്നുണ്ട്. അങ്ങനെ CK ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നു, ഇത് ഞാൻ എന്നിലോട്ട് തന്നെ എത്തിക്കും, ഈ ഒരു അവാർഡ് എനിക്ക് തന്നെ വാങ്ങിയെടുക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് നേരെ. അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സീന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നിധി തൻ്റെ ശമ്പളക്കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്കൂളിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ മാനേജ്മെൻറ്റിനെ ചെന്ന് കാണൂ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ മാനേജ്മെൻറ്റിനെ ചെന്ന് കാണുകയാണ്. അപ്പോൾ എന്തിനാണ് സാർ എൻ്റെ ശമ്പളം തരാതിരിക്കുന്നത്, എനിക്കെൻ്റെ ആങ്ങളക്കും എൻ്റെ അമ്മക്കും മരുന്നും പഠിപ്പിനൊക്കെ തുക കെട്ടാൻ ഉള്ളതാണ്, ഇത് കിട്ടിയിട്ട് വേണം അവർക്കത് കൊടുക്കാൻ, അതുകൊണ്ട് എൻ്റെ ശമ്പളം മര്യാദക്ക് ഇങ്ങ് തരൂ, ഞാൻ പണിയെടുത്തതിനുള്ള കൂലി എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് നിധി ചൂടാവുമ്പോൾ തെറ്റ് ചെയ്തവർക്ക് കൂലി തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞങ്ങ് തിരിയുമ്പോൾ താൻ കാണുന്ന കാഴ്ച CK ചന്ദ്രബോസ് ആയിരിക്കും കേട്ടോ. CK ചന്ദ്രബോസിനെ കാണുന്ന നിധി ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഈ ചെയർമാൻ്റെ സീറ്റിൽ ഇരിക്കുന്നത്? അത് കേട്ട ഉടൻ തന്നെ, പിന്നെ ഞാൻ ഇതിലല്ലാതെ ഞാൻ എവിടെ ഇരിക്കണം, നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണ്, നിങ്ങൾ കാരണം ഇന്നലെ 5 കുട്ടികളുടെ പഠിപ്പ് മുടങ്ങി, അത് ഞാൻ ഇന്ന് പോയി നേരാക്കി എടുത്തപ്പോൾ അടുത്ത പണിക്ക് നിങ്ങൾ ഒരുങ്ങുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇതെൻ്റെ സ്കൂളാണ്, ഈ സ്കൂൾ ഞാൻ വിലക്ക് വാങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ ചോദ്യം ചെയ്യാൻ യാതൊരു അർഹതയുമില്ല, എനിക്കിവിടെ ജോലിയില്ല എന്ന് പറയണിട്ടോ. ഇത് കേൾക്കുന്ന നിധി, എന്താ താങ്കൾ പറഞ്ഞത്? നിനക്കിവിടെ ജോലിയില്ല, നിന്നെപ്പോലെ ഒരുത്തിക്ക് ഇവിടെ ജോലി തരാൻ കഴിയില്ല എന്ന് പറയണേ. ഇത് കേൾക്കുന്ന നിധി പറയണേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് എനിക്കിത്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നോട് ഈ പാപം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, നീ എന്നോട് പാപം ചെയ്തതൊക്കെ നീ മറന്നുപോയോ? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിന്നെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കി ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച്, എന്നിട്ട് നീ എൻ്റെ കൈക്കുള്ളിലായ ആ ജപ്പാൻ ടെൻഡർ ഞാൻ പോലും അറിയാതെ എൻ്റെ അടുത്ത് വന്ന് എന്നെ പറ്റിച്ച് കൊണ്ടുപോയവളാണ്, അപ്പം നിനക്ക് ഞാനൊരു പണി തരണ്ടേ, തരാതിരുന്നാൽ ഞാനല്ലാതായി മാറില്ലേ എന്ന് CK ചന്ദ്രബോസ് പറയുമ്പോൾ നിധിക്ക് സങ്കടം താങ്ങാനാവില്ല. അങ്ങനെ നിധി പറയാണ്, നിങ്ങൾ ഇത്രയും ക്രൂരനായ മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, എനിക്ക് ക്രൂരതയൊന്നുമില്ല, പക്ഷേ എന്നോട് പ്രതികാരം ചെയ്തവരെ അങ്ങനെ വെറുതെ വിടാനുള്ള അത്ര നല്ല സന്മനസ്സൊന്നും എനിക്കില്ല എന്നിങ്ങനെ CK ചന്ദ്രബോസ് പറയണം കേട്ടോ. അതുകൊണ്ട് കൂടുതൽ നിൽക്കാതെ, ഇവിടെ തനിക്ക് ജോലിയില്ല, ഇനി ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ പഠിപ്പ് ഞാൻ നിർത്തണോ, അതോ ഈ സ്കൂൾ ഞാൻ പൂട്ടണോ, താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ഈ സ്കൂൾ തന്നെ പൂട്ടി ഞാൻ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലാത്താകുന്ന ആ രീതിയിൽ എത്തിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിധി സങ്കടം കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറയണേ, നിധി നിന്നെപ്പോലെ ഒരു ടീച്ചറെ കിട്ടാൻ ഞങ്ങളെ പോലെ പ്രിൻസിപ്പാൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വലിയ സങ്കടമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ CK ചന്ദ്രബോസ് ഈ സ്ഥാപനം മേടിച്ചെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഇവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളുടെ പഠിപ്പിന് വേണ്ടി ഓരോ മാസവും ഓരോ ഫണ്ട് ശരിയാക്കുന്നത് നിനക്കറിയുന്നതല്ലേ, അതുകൊണ്ട് അവർ പറയുന്നത്, മാനേജ്മെൻറ്റ് പറയുന്നതല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നിധി, സാരമില്ല, ഞാൻ ഒരുത്തിക്ക് വേണ്ടി ഈ സ്കൂൾ ഒരിക്കലും അടച്ചു പൂട്ടേണ്ട, എത്രയോ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും, കുഞ്ഞുങ്ങളുടെ പഠിപ്പ് പോവും, അതുകൊണ്ട് ഞാൻ ഇറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് നിധി ഇറങ്ങുമ്പോഴാണ് ഇനി വസുന്ധരയുടെ കണ്ടുമുട്ടൽ കേട്ടോ.